ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്റ്റീവ് വിജിലൻ കളക്ഷനാണ്. ഇന്ന് 7ാം ദിവസം തിയേറ്ററുകളിൽ പിന്നിടുന്ന സിനിമയ്ക്ക് ഇന്ന് 12 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്നിട്ടുണ്ട്. ഇന്നും 20 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 3 കോടിയിലേക്ക് അടുക്കുന്നു. അതേസമയം ചിത്രത്തിന്റെ യഥാർത്ഥ വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ല. 4 കോടി കടന്നിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും നാം പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ കേരള ട്രാക്കിംഗ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടെല്ലാം തന്നെയാണ്. ധ്യാൻ കൂടി അഭിനയിച്ച ദിലീപ് നായകനെത്തിയ സിനിമയ്ക്ക് ഇന്ന് 13 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ട്. ഇന്ന് 25 ലക്ഷത്തോളം കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമയുടെ ആകെ കേരള ഗ്രോസ് അങ്ങനെ ഇന്നത്തോടെ 15 കോടി 50 ലക്ഷം പിന്നിടുന്നതാണ്. ഇനി വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തോടെ 22 കോടി 50 ലക്ഷം 23 കോടി റേഞ്ചിൽ കളക്ഷനാണ് 21 ദിവസത്തെ ദിലീപ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. അടുത്ത റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. മാമൻ എന്ന തമിഴ് സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ പുറത്തു വരുമ്പോൾ 12 കോടിയിൽ പരം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സൂര്യ സിനിമ ഇപ്പോഴത്തെ 28 കോടി വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ടിരിക്കുകയാണ്. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമകളിൽ വിജയിച്ച സിനിമകളുടെ പട്ടിക വന്നിരിക്കുന്നു. അതിൽ സൂര്യ ചിത്രം റെട്രോ ഇല്ല എന്നാണ് ആദ്യം പ്രേക്ഷകർ അറിയിക്കുന്നിട്ടുള്ളത്. ആദ്യ 4 ദിവസങ്ങൾ പിന്നിട്ടാൽ പിന്നെ സൂര്യ സിനിമകളുടെ കൃത്യമായ കളക്ഷൻ ലഭ്യമാക്കാനായിട്ട് പെടാപ്പാടുപെടുന്ന ഒരു കാഴ്ച മുൻപ് കങ്കുവയിലൂടെയും അതിനു മുന്നേ ഈറ്റിയിലൂടെയും നാം കണ്ടതാണ്. അതേ അവസ്ഥയാണ് റെട്രോയുടെ കാര്യത്തിൽ. സിനിമയുടെ കളക്ഷൻ പല സ്ഥലത്തും പലതാണെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ചില സ്ഥലത്ത് 100 കോടി കടന്നതായിട്ടും ചിലയിടങ്ങളിൽ 100 കോടി കടന്നിട്ടില്ല എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതേസമയം സൂര്യ ആരാധകരുടെ പേജിൽ 150ഉം 200 കോടിയെല്ലാം തന്നെ കളക്ഷൻ കടന്നതായി റിപ്പോർട്ടുകളുണ്ട്. മുൻ സൂര്യ സിനിമകളുടെ കളക്ഷനും ഇങ്ങനെ പല സ്ഥലങ്ങളിലും പലതെല്ലാം തന്നെയായിരുന്നു. എന്തായാലും സിനിമയുടെ വെർഡിക്റ്റ് പറയുകയാണെങ്കിൽ സൂര്യ എന്ന നിർമ്മാതാവിന് സിനിമ ലാഭമാണെങ്കിൽ പോലും തിയേറ്റർ ഉടമകൾക്ക് കനത്ത നഷ്ടമാണ് സിനിമ ഇതിനോടൊപ്പം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ തിയേറ്റർ സ്റ്റാറ്റസിൽ സിനിമ പരാജയം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏകദേശം 80 കോടിയായിരുന്നു സിനിമയുടെ ബ്രേക്ക് ഇവൻ പോയിന്റ്. അത്രയും കളക്ഷൻ സിനിമ ഷെയർ ആയിട്ട് വേൾഡ് വൈഡ് നേടിയെടുക്കണമെങ്കിൽ 160 കോടിയിൽ പരം ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കണം. ആ കളക്ഷന്റെ 3/4 കളക്ഷനിലേക്ക് പോലും എത്തപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.